നമ്മൾ കാത്തിരിക്കുന്ന നിമിഷം. ആനകൾ നിരന്നു കഴിഞ്ഞു. യെസ്, ഇനിയിപ്പോ തൃശ്ശൂരിനെ ആരെടുക്കും എന്ന് അറിഞ്ഞാൽ മതി. സുരേഷ് ഗോപി 5 കൊല്ലം മുമ്പേ ചോദിച്ചതാണ് തൃശ്ശൂരിനെ. 5 കൊല്ലം മുമ്പ് ചോദിച്ച തൃശ്ശൂരിനെ തൃശ്ശൂർക്കാർ ഈ തവണ സുരേഷ് ഗോപിക്ക് കൊടുക്കൂ. അതാണ് നമ്മൾ അറിയാൻ പോകുന്നത്. നിമിഷങ്ങൾ മാത്രം ബാക്കി. ഈ ആനകളിൽ ആർക്കാണ് തലപ്പൊക്കം എന്നുള്ളത് നമ്മൾ അറിയാൻ പോവുകയാണ് എത്രയും പെട്ടെന്ന്. കെ കരുണാകരന്റെ തട്ടകമായിരുന്നു തൃശ്ശൂർ. കെ കരുണാകരന്റെ മകൻ കെ മുരളീധരൻ സ്വന്തം പാർട്ടിയുടെ അഭിമാനം സംരക്ഷിക്കാൻ ഇത്തവണ ഇറങ്ങി കളിക്കുകയാണ് തൃശ്ശൂർ. അപ്പൊ സുരേഷ് ഗോപിയെ കെ മുരളീധരൻ തടയുമോ? സുരേഷ് ഗോപി കഴിഞ്ഞ തവണ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു സ്ഥാനാർത്ഥിയാണ്, ഒരു സംശയവുമില്ല. ഇപ്പൊ കെ കരുണാകരന്റെയും കെ മുരളീധരന്റെയും കാര്യം പറയുമ്പോൾ ഇവർ രണ്ടുപേരും തോറ്റ മണ്ഡലം കൂടിയാണ് ഈ തൃശ്ശൂർ മണ്ഡലം. രണ്ടും വി വി രാഘവനോട് തോറ്റ മണ്ഡലമാണ്. തന്നെ കരുണാകരൻ കുടുംബത്തിന് തൃശ്ശൂർ ഒരു രാശിയിലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വി എസ് സുനിൽകുമാർ തന്നെ പത്മജയെ തോൽപ്പിച്ചു. ഈ അവിടെ നിയമസഭാ മണ്ഡലത്തിലാണത്. 2016 പത്മജ വി എസ് സുനിൽകുമാറിനോട് തോറ്റു. 2021 ബാൽസിയോട് തോറ്റു. അതിനു മുൻപ് മുകുന്ദപുരത്ത് ലോനപ്പൻ നമ്പാടിനോട് തോറ്റു. കെ മുരളീധരനും കെ കരുണാകരനും വി വി രാഘവനോടും തോറ്റു. 93,633 വോട്ടിന് ജയിച്ച ടി എൻ പ്രതാപനെ എന്തിനാണ് കോൺഗ്രസ് മാറ്റിയത് എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുമായിരിക്കും. കോൺഗ്രസ് ആണോ മാറ്റിയത്, അതോ കോൺഗ്രസിന് വേണ്ടി സുനിൽ കനുകൂലു ആണോ മാറ്റിയത്, അങ്ങനെ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയും അതൊരു വളരെ ഗംഭീരമായ തീരുമാനമായിരുന്നു എന്ന് പറയും. എന്തായാലും നമുക്ക് ഈ അഭിപ്രായ സർവേയുടെ അഭിപ്രായം വന്നതിന് ശേഷം തീരുമാനം ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്ന് പറഞ്ഞാൽ പോരെ. എന്തായാലും തൃശ്ശൂരിനെ സംബന്ധിച്ച് ഇവിടെ ത്രികോണ മത്സരമാണെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. 3 സ്ഥാനാർത്ഥികളും ഒന്നിനൊന്ന് മെച്ചം. കേരളത്തിൽ BJP ഏറ്റവും അതിശക്തമായ മത്സരം കാഴ്ചവെക്കുന്ന മണ്ഡലം തൃശ്ശൂർ മണ്ഡലമാണ്. പ്രധാനമന്ത്രി വിചാരിക്കുന്നത് സുരേഷ് ഗോപി വഴി തൃശ്ശൂരിൽ ഒരു വിജയം ഉണ്ടാകും. അങ്ങനെ കേരളത്തിലും മോദിക്ക് വേണ്ടി കൈവക്കാൻ ഒരാളുണ്ടാവും. കേരളത്തിൽ നിന്നും മോദിക്ക് വേണ്ടി ലോക്സഭയിൽ കൈ ഉയർത്താൻ ഒരാളുണ്ടാവുമെന്നാണ് നരേന്ദ്രമോദി വ്യക്തിപരമായി പോലും വിചാരിക്കുന്നത്. അത്രേ. നിങ്ങൾ കുറേ നേരമായിട്ട് ഇതിങ്ങനെ വെച്ചിരിക്കുന്നു എന്നുള്ളത്, അതുപോലെ തന്നെ തൃശ്ശൂർ ഞങ്ങൾ അവസാനമേ പറയുള്ളൂ എന്ന് പ്രേക്ഷകരെ സുഹൃത്തുക്കൾ പലരും പറഞ്ഞു. നമ്മൾ ഈ യൂട്യൂബ് കമന്റ് ബോക്സിലൊക്കെ കണ്ടു. പക്ഷെ എന്തായാലും അതുപോലെ കാത്തിരിക്കേണ്ട ഒരു ഫലമാണ് അവിടെ വരാൻ പോകുന്നത്. തൃശ്ശൂരിൽ ആരാണ്, തൃശ്ശൂരിനെ ആരെടുക്കും, തൃശ്ശൂരിനെ ആരാണ് നയിക്കുക? സമയമായി. ഇപ്പൊ തിടമ്പേറും. ആരുടെ തിടമ്പാണ് ഏറുക എന്നറിയാനുള്ള കാത്തിരിപ്പാണ്. ആകാംക്ഷയോടെ തൃശ്ശൂർ എടുക്കുന്നത് ആരായിരിക്കും? തൃശ്ശൂരിൽ ഇപ്പോഴത്തെ നിലയിൽ ആരാണ് മുൻപിൽ? പി മാർക്ക് പറയുന്നത് എന്താണോ ഒന്ന് കണ്ടാലോ, നോക്കിയാലോ? തിടമ്പ് ഉയരട്ടെ. തൃശ്ശൂരിൽ ആര്? തൃശ്ശൂരിൽ സുനിൽകുമാർ ഒന്നാം സ്ഥാനത്ത് എന്ന് പറയുന്നു പി മാർക്കിന്റെ അഭിപ്രായ സർവേ. സുരേഷ് ഗോപി 3-ാം സ്ഥാനത്താണ് തൃശ്ശൂരിൽ എന്ന് പി മാർക്കിന്റെ അഭിപ്രായ സർവേ പറയുന്നു. ആശ്ചര്യജനകമാണോ? സുരേഷ് ഗോപി 3-ാം സ്ഥാനത്താണ് എങ്കിലും നോക്കൂ, 34 വി എസ് സുനിൽകുമാർ, 32 കെ മുരളീധരൻ, 31 സുരേഷ് ഗോപി. കഴിഞ്ഞ തവണത്തേക്കാൾ വിജയിയോട് ക്ലോസ് ആണ് സുരേഷ് ഗോപി. വളരെ വളരെ കടുത്ത മത്സരമാണ് തൃശ്ശൂരിൽ എന്ന് നമുക്ക് പറയാം. വളരെ വളരെ കടുത്ത മത്സരമാണ്. 1-ാം സ്ഥാനത്തുള്ള വി എസ് സുനിൽകുമാർ 34%, 2-ാം സ്ഥാനത്ത് കെ മുരളീധരൻ 32%, 31%വുമായി സുരേഷ് ഗോപി 3-ാം സ്ഥാനത്ത്. വളരെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫൈറ്റ് ആണ്. എന്തും സംഭവിക്കാം തൃശ്ശൂരിൽ. ഇനിയും 10-35 ദിവസമുണ്ട്. എന്തും സംഭവിക്കാം. ഞാൻ പറയാൻ കാരണം, സുരേഷ് ഗോപി വിജയിയോട് വളരെ ക്ലോസ് ആണ് എന്ന് പറയാൻ കാര്യം, കഴിഞ്ഞ തവണ വിജയിച്ച ടി എൻ പ്രതാപൻ 40% വോട്ട് നേടിയപ്പോൾ രാജാജി മാത്യു തോമസ് 31, അതായത് 9% കുറവുണ്ടായിരുന്നു. 31, സുരേഷ് ഗോപി 28, അതായത് 2-ാം സ്ഥാനത്ത് വന്ന ആളുമായിട്ട് 3% വ്യത്യാസം. ഇപ്പോൾ ഇത്തവണ നോക്കൂ, അത് വിജയിക്കാൻ പോകുന്നു എന്ന് പ്രവചിക്കപ്പെട്ടിരിക്കുന്ന സുനിൽകുമാറിന് 34%, സുരേഷ് ഗോപിയായിട്ട് 31%, 3% വ്യത്യാസമുള്ളൂ. സ്ഥാനാർത്ഥി എങ്ങനെയാണ് ഒരു ഡിഫറൻസ് ഉണ്ടാക്കുക എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ഉത്തരം തേടുമ്പോൾ നോക്കൂ, കഴിഞ്ഞ തവണ രാജാജി മാത്യു തോമസ് തൃശ്ശൂരിൽ സമാഹരിച്ചത് 30.85% വോട്ടാണ്. സുനിൽകുമാറിന് 34% വോട്ട് ലഭിക്കുമെന്നാണ് ഈ സർവേ പറയുന്നത്. അതായത് സുനിൽകുമാറിന്റെ വരവ് തൃശ്ശൂരിനെ മാറ്റിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം. 2, ടി എൻ പ്രതാപൻ 39.83% വോട്ട് 2019 നേടിയത്. ഇത്തവണ കെ മുരളീധരൻ 32ലേക്ക് വീഴുമെന്നാണ് ഈ സർവേ പ്രവചിക്കുന്നത്. ഇനി ക്യാമ്പയിൻ ഉണ്ട്, ഇനി ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്. ഈ പറഞ്ഞ സംഖ്യകളൊക്കെ മാറാം. പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ ഈ നിമിഷം വി എസ് സുനിൽകുമാർ 34% വോട്ടോടെ തൃശ്ശൂർ 1-ാം സ്ഥാനത്തും കെ മുരളീധരൻ 2-ാം സ്ഥാനത്തും സുരേഷ് ഗോപി 3-ാം സ്ഥാനത്തും ആണ് എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള കണക്ക്. ഇത് മാറാം. ഇനി വരാൻ പോകുന്ന 10-35 ദിവസം അക്ഷരാർത്ഥത്തിൽ ഉഴുതും മറിക്കും. ഇനിയും പ്രധാനമന്ത്രി വരും, മറ്റു പല നേതാക്കൾ വരും. എന്തും സംഭവിക്കാം.